പരിക്കേറ്റ മുൻപല്ല് ഷഹീദായി നെറ്റിപൊട്ടി ചോര വന്നു. വാസന റസൂലുള്ളാഹി തൽഹാ റളിയല്ലാഹു ആദ്യം ഗുഹമ്പക്കൾ കയറിയില്ലേ, ആ ഗുഹ താഴെയല്ലേ, ശത്രുക്കൾ അവിടെ ഇങ്ങോട്ട് വരുമെന്ന് മനസ്സിലാക്കിയപ്പം റസൂലുള്ളാഹി രണ്ടാമത് മാറ്റിയതാണ് ഈ ഉഹദ് ഗുഹയിലേക്ക്. സിമെന്റ് അടച്ചിട്ടില്ലേ, മലയിൽ സിമെന്റ് അടച്ചിട്ടില്ലേ, ഒരു ഭാഗത്ത് മലയിൽ സിമെന്റ് അടച്ച വാങ്ങണ്ടില്ലേ, ഇതാണ് ഉഹദ് ഗുഹ എന്ന് പറയുന്ന ഗുഹ. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം മല ഇങ്ങനെ പിളർത്തി കൊടുക്കുകയും റസൂലുള്ളാഹിക്ക് മുകളിലേക്ക് കയറാൻ പറ്റാതായപ്പോഴത്തേക്ക് തൽഹാ റളിയല്ലാഹുവിന്റെ മുകളിലെത്തിയ ഗുഹയാണ് ഈ ഉഹദ് ഗുഹ. അപ്പോഴാണ് റസൂൽ തൽഹാ റളിയല്ലാഹു സ്വർഗ്ഗം നിർബന്ധമാക്കിയത്. തൽഹാ റളിയല്ലാഹു ഏകദേശം 10-80ഓളം വെട്ട് മുറിവേറ്റു, യുദ്ധക്കാലത്ത് മുറിവേറ്റു. അതൊന്നും വകവയ്ക്കാതാണ് റസൂലുള്ളാഹി തൽഹാ റളിയല്ലാഹു ചുമലിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗ്ഗം നിർബന്ധമാക്കിയത്. അതിനുള്ളിൽ കസേര പോലെ ഒരു പാറക്കല്ല് അതിനുള്ളിലുണ്ട്. റസീഫ്റ്റ് സ്ഥലത്തെ കസേര പോലെ ഒരു പാറക്കല്ല് അതിനുള്ളിലുണ്ട്. 10-15 വർഷം മുമ്പ് അടച്ചാണ്. ആൾക്കാർ കല്ലും മണ്ണും പാലിലും തിക്കും തിരക്കുണ്ട്, പണ്ട് വീഴുന്നുണ്ട്, മുകളിൽ താഴെ വീഴുന്നുണ്ട്. ഗുഹ അടച്ചാണത്. ഇതും അടച്ചാണ്. ഇപ്പോൾ 4 മാസം മുമ്പ് ആൾക്കാർ തല്ലി പൊളിച്ചാണ് ഈ ഗുഹ പൊളിച്ചാണ്. ഇതുപോലെ ഇത് അടച്ചതാണ് ആദ്യം. പിന്നെ നമ്മൾ ഈ കാണുന്ന പള്ളിയില്ലേ, പള്ളി അതിന്റെ ചരിത്രമാണ് കാണാൻ പോകുന്നത്. ചരിത്രത്തിൽ പോയിട്ടില്ലേ, ഈ കാണുന്ന പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഫസഹ്. ഫസഹ് എന്ന് അർത്ഥം അർത്ഥം വിശാലത, വിശാലത എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി സഹാബാക്കളും ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ളുഹറും അസറും വന്നൊഴികെ പള്ളി കാണിച്ചത്, പക്ഷേ ഷെയ്ഖിന് പള്ളി കാണിച്ചതില്ലേ, ശനിയാഴ്ച രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ടാണ് അവർ ഉഹദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ളുഹർ സമയത്ത് യുദ്ധം നടക്കുകയാണ്, അസറിന് സമയം അടുക്കാറായി. ഇവിടെ വന്നതിന് ശേഷം ളുഹറും അസറും കൂടി ജമ്മാക്കിയിട്ട് അവർ ഇരുന്ന് നിസ്കരിക്കാനാവുന്നില്ല, ക്ഷീണം കാണാനാവാഞ്ഞിട്ടാണ് അവർ ഇരുന്ന് നിസ്കരിക്കുന്നത്. അപ്പോൾ ബദറിൽ പങ്കെടുത്ത സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നിസ്കരിക്കാൻ അവിടെ സ്ഥലസൗകര്യം ഇവിടെ ഇടം കിട്ടിയില്ല. പുസ്തകം വിഷമമാവുകയും അത് മനസ്സിലാക്കി ഉടൻ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ ആയത്ത് ഇറക്കി കൊടുത്തു. സൂറത്തുൽ മുജാദിലയിൽ അധ്യായം 11 ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തബസ്സുൽ മജാലിസി ഫഫ്സഹു യഫ്സഹു, ഒരു ആയത്ത് ഇറക്കി കൊടുത്തു. ഇവിടെ അതിന്റെ സത്യവിശ്വാസികൾ നിങ്ങളുടെ വിശാലത ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വിശാലത കൊടുക്കുക. പള്ളി നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ അകന്നിരിക്കത്തില്ലേ, പള്ളികളിൽ മറ്റുള്ള നിസ്കാരങ്ങൾ ഇടം കൊടുത്താൽ, വിശാലത കൊടുത്താൽ അല്ലാതെ നമ്മുടെ ജീവിതവും വിശാലമാക്കുന്ന പറഞ്ഞ വിശാലതയ്ക്ക് വേണ്ടി ആയത്തിറങ്ങിയ പള്ളിയാണ് മസ്ജിദുൽ ഫസഹ്. ഉഹദിലെ യുദ്ധക്കാലത്തിൽ ശത്രുക്കളെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുത്തിലെ മുഹമ്മദ് തൽഹാ റളിയല്ലാഹു കൊണ്ടുവരികയുണ്ടായി. തൽഹാ റളിയല്ലാഹു അവർക്ക് വിളിച്ചു പറഞ്ഞു, വഫാത്തായിട്ടില്ല, എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അറിഞ്ഞു കേട്ട് ഫാത്തിമ റളിയല്ലാഹും അലി റളിയല്ലാഹും വരുമ്പോൾ പ്രസവിക്കാൻ ക്ഷീണിച്ച് രക്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുടിക്കാൻ വെള്ളമില്ല, മുഖം കഴിയാൻ വെള്ളമില്ലാഞ്ഞിട്ടാണ് അലി റളിയല്ലാഹു മിഹ്റാസ് ഉഹദ് എന്ന് പറയും, ഉള്ളിലോട്ട് നടന്ന് ഉള്ളിൽ പോകണം. അപ്പോൾ വെള്ളമില്ല അവിടെ. അന്നേരം വെള്ളം കൊണ്ടുവരികയും പ്രസവം കുടിക്കാനും വെള്ളം കൊടുത്തുകൊണ്ട് വിളിച്ച്. അതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു ഇവിടെ തീറ്റപ്പാരുടെ ഓല കരിച്ച് അതിൻ്റെ ചാരം കൊണ്ട് മുറിവ് കെട്ടി കൊടുത്തു. അങ്ങനെ കുറേ സംഭവം സ്ഥലം എല്ലാം കല്ലൊക്കെ പൊടിഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പം ഒരു 5-6 മാസം മുമ്പ് കല്ലൊക്കെ തിരിച്ച് പറക്കി വെച്ച് റീസെറ്റ് ചെയ്തപ്പോൾ കാണുന്നത്. അന്ന് മെയിൻ്റെനൻസ് ചെയ്തു. ആ പള്ളി പേര് മസ്ജിദുൽ ഫസഹ്.